കേന്ദ്ര സർക്കാരിന്റെ പ്രധാനമന്ത്രി സ്കൂൾസ് ഫോർ റൈസിംഗ് ഇന്ത്യ അഥവാ PM-ശ്രീ പദ്ധതി കേരളത്തിൽ കടുത്ത രാഷ്ട്രീയ തർക്കങ്ങൾക്ക് വഴി തുറന്നിരിക്കുകയാണ്. ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട വ്യവസ്ഥകളാണ് സംസ്ഥാന സർക്കാരിനെ പദ്ധതിയിൽ നിന്നും അകറ്റാൻ പ്രേരിപ്പിക്കുന്നത്. CPM-CPI ഉഭയകക്ഷി ചർച്ചയിലെ ധാരണ പ്രകാരം പദ്ധതി പുനഃപരിശോധിക്കാൻ മന്ത്രിസഭ ഉപസമിതിയെ നിയോഗിച്ച കേരളത്തിന്റെ നീക്കം കേന്ദ്രത്തിന്റെ ശക്തമായ നിലപാടിൽ തട്ടി നിൽക്കുകയാണ്. ഈ വിഷയത്തിൽ കേരളം മരവിപ്പിക്കൽ നടപടിയുമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ അത് സംസ്ഥാന കേന്ദ്ര ബന്ധങ്ങളിൽ നിലനിൽക്കുന്ന സംഘർഷം വർദ്ധിപ്പിക്കുകയും തമിഴ്നാട് സ്വീകരിച്ചതുപോലുള്ള ഒരു ബദൽ മാർഗങ്ങൾ തേടാൻ കേരളത്തെ നിർബന്ധിതമാക്കുകയും ചെയ്യും. PM-ശ്രീ പദ്ധതിയുടെ ധാരണാപത്രത്തിൽ ഒപ്പുവെക്കുന്നതിനുള്ള അതൃപ്തി കേരളത്തിലെ ഭരണ മുന്നണിക്കുള്ളിൽ ശക്തമായിരുന്നു. പ്രധാനമായും ദേശീയ വിദ്യാഭ്യാസ നയത്തിലെ വ്യവസ്ഥകൾ സംസ്ഥാന വിദ്യാഭ്യാസ നയത്തിൽ അടിച്ചേൽപ്പിക്കപ്പെടുമെന്ന ആശങ്കയാണ് CPM-നും CPI-ക്കും ഉണ്ടായിരുന്നത്. ഇതിനെ തുടർന്നാണ് പ്രശ്നം പരിഹരിക്കാൻ മന്ത്രിസഭാ ഉപസമിതിയെ നിയോഗിക്കാൻ തീരുമാനമായത്. CPM-CPI ഉഭയകക്ഷി ചർച്ചയിൽ പദ്ധതിയുടെ വ്യവസ്ഥകൾ വിശദമായി പഠിച്ച് പുനഃപരിശോധന നടത്താൻ ഒരു മന്ത്രിസഭാ ഉപസമിതിയെ നിയമിക്കാൻ ധാരണയായി. ഇത് പദ്ധതിക്ക് തൽക്കാലത്തേക്ക് മരവിപ്പിക്കാനുള്ള രാഷ്ട്രീയ തീരുമാനത്തിന്റെ ആദ്യപടിയായിരുന്നു. പദ്ധതി മരവിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള കത്ത് ചീഫ് സെക്രട്ടറി തയ്യാറാക്കി കഴിഞ്ഞു. എന്നാൽ ഈ കത്ത് കേന്ദ്രത്തിന് ഉടൻ അയക്കണമോ എന്ന കാര്യത്തിൽ അന്തിമ തീരുമാനം എത്തിയിട്ടില്ല. മുഖ്യമന്ത്രിയുടെ പരിശോധനയ്ക്ക് ശേഷം മാത്രമായിരിക്കും ഈ നിർണായക കത്ത് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിന് അയക്കുക.